ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പ് ശേഷം 2024 നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെറിയൊരു വാക്കൗണ്ട് മാത്രമേ ഉള്ളൂ, ചെറിയൊരു ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ, കുറച്ച് ഡീറ്റെയിൽസേ പറയുന്നുള്ളൂ. ഫുൾ റിവ്യൂ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. സോ ഇതാണ് നമ്മുടെ പുതിയ ഹ്യുണ്ടായി 2024 ഫേസ് ലിഫ്റ്റ് ഓഫ് ദ ഹ്യുണ്ടായി ക്രെറ്റ. എല്ലാവർക്കും മോട്ടോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ മാറ്റം വന്നിട്ടുള്ളത്. ഫ്രണ്ടിലും റിയറിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ മെയിനായിട്ട് മാറ്റം ഈ ഒരു DRLs തന്നെയാണ്. ഇങ്ങനൊരു എലമെൻ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അത് ആ ഒരു സ്ട്രിപ്പ് ഫുള്ളായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു സൈഡ് വരെ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഹെഡ്ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ 2 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഫോഗ് ലാമ്പ്സിൻ്റെ യാതൊരു ആവശ്യം ഇവിടെ അല്ല. സ്ക്വയർ ടൈപ്പിലാണ് നമ്മുടെ ഹെഡ് ലാമ്പ്സ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ചെറിയ എയർ വെൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഐറ്റംസാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ചെറിയൊരു ബ്രഷ്ഡ് അലൂമിനിയം കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവിടെ സ്കിഡ് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ കാണുന്നതാണ് നമ്മുടെ അഡാസ് ഫീച്ചേഴ്സ്. അഡാസ് ലെവൽ 2 ഫീച്ചറാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലുള്ളത്. ആൻഡ് ഇവിടെ ഹ്യുണ്ടായിയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതൊക്കെ ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ചെറിയൊരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ. അത്രത്തോളം നല്ല വലിയൊരു ഇതാണ്. നമുക്കിവിടെ അടുത്ത് നിന്ന് കാണുമ്പോഴേ നമുക്കത് തോന്നുള്ളൂ. ഈ ക്യാമറയിൽ നമുക്കത് എങ്ങനെ കാണുന്നുണ്ടെന്ന് അറിയില്ല. ആക്ച്വലി നമ്മളിത് അടുത്ത് വരുമ്പോഴേ നമുക്കിത് ഇത്ര വലിയ വാഹനമാണെന്നുള്ളത് കാണുള്ളൂ. അതിന് അവിടെ വലിയ വലിയ ബൾജുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര വെയിറ്റ് ഉണ്ട് നമുക്ക് നമ്മുടെ ബോൺസൊക്കെ. ഇതാണ് ഫ്രണ്ടിലുള്ള ആ ഒരു വ്യൂ. ഇനി സൈഡിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ സൈഡിൽ 17 ഇഞ്ച് വീൽസ് തന്നെയാണ്. അങ്ങനെ അതിൻ്റെ ഡിസൈൻസൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. ആൻഡ് ആക്ച്വലി ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. ഒരു അലൂമിനിയം പ്ലസ് ബ്ലാക്ക് ആഷ് എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടയർ കൊടുത്തിട്ടുള്ളത്. സൈഡിൽ കാര്യമായ മാറ്റങ്ങൾ കാരണമുള്ള നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിനോട് ചെറിയൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ക്രോം എലമെൻ്റ് കൂടെയുള്ള നമ്മുടെ ഡോർ ഹാൻഡിൽസ് ഉണ്ട്. ആൻഡ് ഈ ഒരു എലമെൻ്റൊക്കെ അതുപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. റൂഫ് റീൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് റിയറിലേക്ക് വരുമ്പോഴും ഫ്രണ്ടിൽ കണ്ടത് അതുപോലെ തന്നെയാണ് നമ്മുടെ റിയർ ലൈറ്റ്സുകളും കൊടുത്തിട്ടുള്ളത്. ആ ഒരു റെഡ് അതുപോലെ തന്നെ വൈറ്റ് കളേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനിവിടെ ആ ഒരു LED സ്ട്രിപ്സ് കൂടെ പോകുന്നുണ്ട്. അതിനിവിടെ ചെറിയൊരു ഗ്ലാസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഹ്യുണ്ടായിയുടെ ലോഗോ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഫോഗർ ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഷാക്ക് ഫിൻ ആൻറ്റിനെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനിവിടെ SX ഉള്ള ടോപ്പ് വേരിയൻറ്റിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ക്രെറ്റാനിലൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അതും ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫീൽസിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനിവിടെയൊക്കെ ചെറിയ എലമെൻറ്റ്സ്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ റിയർ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിഫ്ലക്റ്റേഴ്സൊക്കെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ഇവിടെ ഒരു ക്യാമറ നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വാഹനം ലഭിക്കുന്ന നമുക്ക് എന്താ ബൂട്ട് കപ്പാസിറ്റി. അതിനിവിടെ ബോസിൻ്റെ ചെറിയൊരു സൗണ്ട് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിനിവിടെ ചെറിയൊരു ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. താഴെ ഒരു സ്പെയർ ടയറും നൽകിയിട്ടുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ബൂട്ടല്ല. സോ ഇതാണ് നമുക്ക് ആ ഒരു ചെറിയൊരു ഡിസൈൻസിനെ കുറിച്ച് പറയാനുള്ളത്. എൻ്റയർലി മാറിയിട്ടുണ്ട് ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ. ഇനി റിയർ സൈഡിൽ നോക്കാം. ആൻഡ് ഡോറിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വിൻഡോ കൺട്രോൾ ചെയ്യാതെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആ ഒരു ഇതൊക്കെ ചെറിയ ബ്രഷ്ഡ് അലൂമിനിയം നല്ല പോളിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് വൈറ്റ് ലെതേഴ്സ് ഫൈബേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പോക്കറ്റോടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്ടർ ബോട്ടിൽസൊക്കെ വെക്കാനുള്ളത്. അതിനോട് ബോസിൻ്റെ ഒരു സ്പീക്കർ നൽകിയിട്ടുണ്ട്. ആൻഡ് സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ സീറ്റ്സ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ആംബ്രസ് നൽകിയിട്ടുണ്ട്. അതിൽ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ആൻഡ് ഇത് ടോപ്പ് വേരിയൻറ്റിൽ വരുന്നതാണെന്ന് തോന്നുന്നു. ക്രെറ്റ ബെഡോട് കൂടി ഒരു ക്വിഷൻ നമ്മുടെ ഹെഡ് റെസ്റ്റിൽ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 USB പോർട്ട്സ് നൽകിയിട്ടുണ്ട്. ടൈപ്പ് C ആണ്. ആൻഡ് ഇവിടെ ചെറിയൊരു ഫോണൊക്കെ വെക്കാനുള്ള ചെറിയ സ്പേസ് നൽകിയിട്ടുണ്ട്. 2 AC യൂണിറ്റ്സ് നൽകിയിട്ടുണ്ട്. ഫുൾ പനോറമിക് സൺറൂഫാണ്. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള ആ റിവ്യൂ നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ലെഗ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് എന്ന് പറയുന്നത് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ചെറിയൊരു ബ്ലൈൻഡ്സ് നമുക്കിവിടെ മാനുവലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റിയതൊന്നും നമുക്ക് തന്നിട്ടുണ്ട്. 2 സൈഡിലും 2 ഡോറിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ ഡോറിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മിറർ കൺട്രോൾ ചെയ്യാം, ലോക്ക് അൺലോക്ക്, പിന്നെ
വിൻഡോസ് കൺട്രോൾ ചെയ്യാൻ, വിൻഡോസ് ലോക്ക് ചെയ്യാനുള്ള കൊടുത്തിട്ടുണ്ട്. അതിനിവിടെ ചെറിയൊരു സ്പേസ് അവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. അതിലും ചെറിയൊരു ലെതർ ഫിനിഷ് അവിടെ നൽകിയിട്ടുണ്ട്. ലെതർ ഒരു വൈറ്റ്, ചെറിയൊരു ക്രീം, ഒരു ആഷ് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിൽസ് ഉള്ളത്. ഇനി ഫ്രണ്ടിലെ ഇതിലേക്ക് മുമ്പ് നമുക്ക് സീറ്റിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ സീറ്റ് രണ്ടും വെന്റിലേറ്റഡ് ആണ്. ആൻഡ് ഈ ഒരു സീറ്റ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ആൻഡ് ഇവിടെ ഈ സ്റ്റിച്ചിങ്ങിലൊക്കെ ചെറിയൊരു ബ്രോൺസിൻ്റെ എലമെൻറ്റ് ഇവിടെ കാണാം. ആൻഡ് ഇവിടെ സീവൻസ് അവിടെ നൽകിയിട്ടുണ്ട്. ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. ചെറിയൊരു ബ്രഷ്ഡ് അലൂമിനിയം സ്ട്രിപ്പ് പോലെ ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു സർഫസ് നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ വെക്കാം. ആൻഡ് അത്യാവശ്യം തിരക്കുള്ള നല്ല വലിയൊരു ഗ്ലോ ബോക്സ് നൽകിയിട്ടുണ്ട്. ആൻഡ് അവിടെ ബോസിൻ്റെ ഒരു സ്പീക്കർ അവിടെ കാണാം. ആൻഡ് നമുക്ക് ഇത് കുറച്ച് ഹൈറ്റ് കുറച്ചത് കൊണ്ട് അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് സോ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ആൻഡ് രണ്ട് 10.25 ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീൻസാണ് നൽകിയിട്ടുള്ളത്. രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഒറ്റൊരു സ്ട്രിപ്പ് എലമെൻറ്റ് കൊടുത്തിട്ട് അതിലാണ്. ആൻഡ് അവിടെയൊക്കെ തെളിയാൻ നമുക്കൊരു ബ്രോൺസ് എലമെൻറ്റ് നമുക്ക് ഇവിടെ കാണാം. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് മീഡിയ കൺട്രോൾ ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ ഡ്യുവൽ ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ടൈപ്പ് സി, ഒരു USB, പിന്നെ ഒരു 12 വോട്ടിൻ്റെ ചാർജിങ് സ്ലോട്ട് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ഇലക്ട്രിക് നമ്മളെ ഫോണൊക്കെ വെക്കാൻ, ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ള ചെറിയൊരു സിസ്റ്റം അവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്, അതിൻ്റെ കൺട്രോളാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഓട്ടോ ഹോൾഡ്, പാർക്ക്, ഡ്രൈവ്, ട്രാക്ഷൻ മോഡ്. ആൻഡ് നമ്മുടെ ഓട്ടോമാറ്റിക് ആണതുകൊണ്ട് ഓട്ടോമാറ്റിക് ക്ലിയർ ലീവൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സിൻ്റെ സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇതാ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. അതിലൊരു ആഷ് ഉണ്ട്, ബ്രഷ്ഡ് അലൂമിനിയം ഉണ്ട്, പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാ കൺട്രോളിങ്ങും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ആൻഡ് രണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സോ ഇതാണ് നമുക്കുള്ള ഒരു ഫ്രണ്ടിലെ ഒരു വ്യൂ. ആൻഡ് ഈ ഒരു പാർട്സ് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്കിപ്പോൾ പുതിയ ക്രെറ്റയിൽ വന്നിട്ടുള്ളത്, പുതിയ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ എൻജിൻ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഭയങ്കര വെയിറ്റ് ഉണ്ട് നമുക്കിത് കാണുമ്പോൾ. ഇതാ നമ്മുടെ എൻജിൻ ബേസ്. ആൻഡ് ഈ ഒരു ക്രെറ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 7 ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3 എൻജിൻ ഓപ്ഷൻസ് ഉണ്ട്. ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉണ്ട്, 1.5 ലിറ്റർ ഡീസലുണ്ട്, ഒരു 1.5 ലിറ്റർ ടെർബോ ഡീസലുണ്ട്. അതിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, CVT വരുന്നുണ്ട്, DCT ഗിയർ ബോക്സും വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്, ഷോറൂം പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് 11 lakhs ആണ്. അത് 21 lakhs വരെ ടോപ്പ് വേരിയൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ഹ്യുണ്ടായിയുടെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതാണ്. ആക്ച്വലി നമ്മളിപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം നമ്മുടെ പോപ്പുലർ ഹ്യുണ്ടായി, തുറക്കലുള്ള പോപ്പുലർ ഹ്യുണ്ടായി എന്നാണ് നമ്മുടെ ഈ ഒരു വാഹനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് ഇൻഷാദ്, അവനെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ബുക്കിങ്ങോ അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമുണ്ടെങ്കിലും ജസ്റ്റ് അവനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊക്കെയാണ് നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയുടെ വിശേഷങ്ങൾ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതാണ്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഡ്രൈവ്. സോ until we meet again, bye bye.